ഹലോ ഗൈസ്, ഞാനിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഉരുളി കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെ കുറച്ച് കുമ്പളങ്ങയും കൂടി ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാലക്കാടൊക്കെ കല്യാണത്തിന് ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പോലെ സവാള 2-3 എടുത്ത് വഴറ്റുക, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കണം. കുമ്പളങ്ങയ്ക്കും ചിക്കനും ഒക്കെ ഏകദേശം ഒരു വേവാണ്, അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വെച്ചത്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തേങ്ങ വേണമെങ്കിൽ വറുത്തരയ്ക്കാം, അല്ലെങ്കിൽ പച്ചക്ക് അരയ്ക്കാം. ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. തേങ്ങ ഇടാതെയാണ് വെച്ചത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കണം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കുമ്പളങ്ങ ഒരു 1/2 കിലോ കുമ്പളങ്ങ മതി. 2 കിലോൻ്റെ കോഴിക്ക് 1/2 കിലോ കുമ്പളങ്ങയാണ് ചേർത്തത്. അപ്പം നല്ലൊരു സ്വാദിഷ്ടമായിട്ട് വിഭവമാണ്. ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഞാൻ രാത്രിയാണ് കഴിക്കുള്ളൂ. ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. ഇപ്പം ചിക്കൻ കഴിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലത്തേക്കല്ല പോകുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഫ്രണ്ട് മഴയായതുകൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ചിക്കൻ കറി ഇപ്പം വേവിച്ച് വെച്ചിട്ടുണ്ട്. തുളൂറിൻ്റെ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് മതി, ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞു തരാനില്ല. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വേവിക്കുക, മൂടി വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ ചിക്കൻ കറി റെഡിയാകും. അത്രേ വേവൊക്കെ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ശ്രമിച്ച് നോക്കണേ.